Good morning, ma'am. Riju, page number 10. Riju, page number 10. Good morning, Gauri. Okay. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ. ആരും മ്യൂട്ട് ചെയ്യാത്തുണ്ടല്ലോ. ആരാ അത്? മ്യൂട്ട് ചെയ്തോളൂ എല്ലാവരും. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ ഗൗരി എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഗൗരി നീതു. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഏതൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ലാസ്റ്റ് ക്ലാസ്സിൽ? നീതു, ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. എൽമ, എന്തൊക്കെയാ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, സ്പില്ലിൻ ലബോറട്ടറി ഏരിയ, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, റൈറ്റ്. ഇൻ ലബോറട്ടറി ഏരിയ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? എൽമ ഓർക്കുന്നുണ്ടോ? എൽമ, യൂസ് PPE, പേഴ്സണൽ പ്രൊട്ടക്ട് എക്യുപ്മെന്റ്, പിന്നെ ഓൾ പേഴ്സൺസ്, നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ആൻഡ് എവിക്ട് ദ ഏരിയ. ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഡിസ്ഇൻഫെക്ട് ചെയ്യണം. ഓക്കെ, ദെൻ 10-30 മിനിറ്റ്സ് അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ഡിസ്ഇൻഫെക്ട് ചെയ്യണം. 10-30 മിനിറ്റ്സ് അവിടെ നിന്ന് ലീവ് ചെയ്യണം. പിന്നെ സ്പില്ലേജ് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് പ്രോപ്പർ കണ്ടെയ്നർ, വേസ്റ്റ് ഒക്കെ പ്രോപ്പർ കണ്ടെയ്ൻ ചെയ്യണം. എക്സ്ട്രീംലി ഇൻഫെക്ഷസ് മൈക്രോ ഓർഗാനിസംസ്, അല്ലെങ്കിൽ സ്പില്ലേജ് ഹ്യൂജ് ആണെങ്കിൽ എന്താ ഉപയോഗിക്കേണ്ടത്? ഫോർമാലിൻഹൈഡ് ഗ്യാസ് ഉപയോഗിക്കണം. CH2O. നെക്സ്റ്റ് ആയിരുന്നു ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ്. ഓക്കെ, ഷജ്ന ഓർ ഷഹ്ന, ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്തത്? ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് എന്തോ? ഞാനിപ്പോ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ സൂര്യ, എന്തൊക്കെയായിരുന്നു ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റിൽ പഠിച്ചത്? കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം. ഓക്കെ, സ്പില്ലിനെ കൺട്രോൾ ചെയ്യണം അബ്സോർബൻ പാഡ്സ് യൂസ് ചെയ്ത്. പിന്നെ സ്പില്ല് ക്ലീൻ ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ സെയിം മെത്തേഡ്സ് അല്ലെങ്കിൽ സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യണം ഇവിടെയും. പിന്നെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അതും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ദെൻ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ്? റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. സ്ക്രീൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽസിലെ ഈ വേസ്റ്റ് മാനേജ്മെന്റിന്
ഓക്കെ. അപ്പൊ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ബേസിലാണ് ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതും പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു ലീഗൽ മെക്കാനിസത്തിന്റെ ബേസിലാണ് ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, കുറച്ച് ആക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഈ ആക്ട് ഒക്കെ എന്തിനു വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? അറിയാം, ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ വേസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ. അത് സ്പ്രെഡ് ആയാൽ, അത് ലീക്കേജ് ഉണ്ടായാൽ ഹോസ്പിറ്റൽസിനെയും ഈവൻ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയും അല്ലെങ്കിൽ എൻവയോൺമെന്റിനെയും അത് അഫക്ട് ചെയ്യും. ഓക്കെ, ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യും. അപ്പൊ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അതിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, കുറച്ച് ആക്ടുകൾ ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ്? ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻ. Okay. Hospitals are subject to federal and state regulations governing the management and disposal of dangerous waste. That includes spillage waste. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് മാനേജ്മെന്റിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഫെഡറൽ ഗവൺമെന്റിന്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ആക്ട് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പോ an example consists of the Resource Conservation and Recovery Act. ഇതിൽ വരുന്ന ഫസ്റ്റ് ആക്ട് ആണ് RCRA. What is RCRA? Resource Conservation and Recovery Act. Resource Conservation. Mute ചെയ്തോളൂ. Resource Conservation and Recovery Act. ഓക്കെ. അതിലെന്താ പറയുന്നത്? നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ് ഉണ്ട് അല്ലെങ്കിൽ വേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അപകടകരമായ മാലിന്യങ്ങളെ നിയന്ത്രിക്കാൻ EPA, എന്താണ് EPA എന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഓക്കെ. EPAക്ക് അധികാരം നൽകുന്ന ഒരു ആക്ട് ആണിത്. EPA മീൻസ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. ആ ഏജൻസിക്ക് ഹോസ്പിറ്റൽസ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് നിയന്ത്രിക്കാം, കൺട്രോൾ ചെയ്യാമെന്ന് EPAക്ക് അധികാരം നൽകുന്ന ഒരു ആക്ട് ആണ് വിച്ച് വൺ? RCRA. ഓക്കെ. എന്താണ് RCRA? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. EPAക്ക് ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യണം എന്നതിനെ കുറിച്ച് EPAക്ക്, ദാറ്റ് മീൻസ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിക്ക് അധികാരം നൽകുന്ന, റൈറ്റ്സ് കൊടുക്കുന്ന ഒരു ആക്ട് ആണ് RCRA. ഓക്കെ. അപ്പൊ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഡേഞ്ചറസ് വേസ്റ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ കളക്ഷൻ, അതിന്റെ സ്റ്റോറേജ്, അതിനെ ഡിസ്പോസ് ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെ ഈ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഈ ആക്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റിന്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ അതിന്റെ കളക്ഷൻ, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഓർ ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ്, ഡിസ്പോസ്. ഓക്കെ. എന്നിവ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ആക്ടില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ആക്ടിലാണ്? ഏത് ആക്ടിലാണ് ഇതൊക്കെ? RCRA. ഓക്കെ. ഈ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തോ ഡൗട്ട് ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയോ? ഓക്കെ. RCRA എന്താണ്? RCRA റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. ഓക്കെ. ഈ ഒരു ആക്ടിന്റെ ബേസിലാണ് ഹോസ്പിറ്റൽസിലെ വൺ ഓഫ് ദി ആക്ട്സ് ആണ് കേട്ടോ. ധാരാളം ആക്ടുകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിലൊരു ആക്ട് ആണ് RCRA. ഈ RCRAയുടെ ബേസിലാണ് ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നത്. ഓക്കെ. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ഇതിനെ കുറിച്ചൊക്കെ ഈ ആക്ടില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ
അപ്പോ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ് ഉണ്ട്, ഡേഞ്ചറസ് വേസ്റ്റ് ഉണ്ട്, ഓക്കെ, ഹസാഡസ് വേസ്റ്റ് ഉണ്ട് ഹോസ്പിറ്റൽസിൽ. ഈ വേസ്റ്റിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ഫ്രെയിം വർക്ക്, ഓക്കെ, ഈ ഫ്രെയിം വർക്കും നമ്മുടെ ഈ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഈ ആക്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ. Occupational Safety and Health Administration, that is OSHA. അപ്പൊ RCRA കംപ്ലീറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് OSHA. എന്താണ് OSHA? ഒക്യുപേഷണൽ Occupational Safety and Health Administration. Occupational Safety and Health Administration, OSHA. അതിലെന്താ പറയുന്നത്? ഹെൽത്ത് കെയർ സ്റ്റാഫിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം വർക്കേഴ്സിനെ ഇത്തരം സീരിയസ് ആയിട്ടുള്ള വർക്ക് പ്ലേസിൽ നിന്നും അല്ലെങ്കിൽ ഹസാഡിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് OSHA. അവരുടെ എയിം എന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടക്ട് വർക്കേഴ്സ്. എങ്ങനെയാണ് അവർക്കൊരു ഹെൽത്തി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇത്തരം ഡിസീസസിൽ നിന്നും നമ്മുടെ സ്റ്റാഫിനെ, ഹെൽത്ത് കെയർ സ്റ്റാഫിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇതാണ് OSHA. ഓക്കെ, അതിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഹെൽത്തി എൻവയോൺമെന്റ്, ഒരു വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യണം, ഹെൽത്തി ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ അവരുടെ പ്രൊട്ടക്ഷൻ ഫ്രം ദീസ് കൈൻഡ് ഓഫ് ഡിസീസസ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഡിസീസസിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ഇതാണ് OSHAയുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ ആണത്? ഓക്കെ, അപ്പൊ ഇത്തരം ഹെൽത്തി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഇൻഫെക്ഷസ് മെറ്റീരിയൽസിൽ നിന്നും ഓക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായാൽ അതിലൂടെ ഇൻഫെക്ഷൻസ്, ബ്ലഡ് ബോൺ പാത്തജൻ, രക്തത്തിലൂടെ പകരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ടെന്ന്. ഓക്കെ, ഇത് ആരെയാണ് അഫക്ട് ചെയ്യുന്നത്? കൂടുതലും ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയാണ്. ഓക്കെ, അപ്പൊ അവർ സ്റ്റാഫിനെയാണ്. അപ്പോ അതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ലെങ്കിൽ വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി സ്ഥാപിതമായതാണ് OSHA. OSHAയുടെ എയിം ആണ് ഇത് രണ്ടെണ്ണം. ഏതൊക്കെയാണ് OSHAയുടെ എയിം എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് അവരുടെ എയിം? ക്ലിയർ ആയില്ലേ ഇത്? ഓക്കെ, ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ആണ് ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്. ഓക്കെ, ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ് എന്താണ്? ബ്ലഡ് ബോൺ പാത്തജൻസ് നമ്മൾ അടിച്ചു, രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങളെ കുറിച്ചുള്ളത്. ഓക്കെ, അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് എന്താണ്? 2000 നീഡിൽ സ്റ്റിക്ക് സേഫ്റ്റി ആൻഡ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിനപ്പോ അമെന്റ്മെന്റ് ചെയ്ത ഭേദഗതി വരുത്തിയ ഒരു പുതിയ ആക്ട് ആണ് അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാൻഡേർഡ് ആണ് ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്. ഇമ്പോർട്ടൻസ് അല്ല, ഞാൻ ജസ്റ്റ് ഒരു പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, 2000 നീഡിൽ സ്റ്റിക്ക് സേഫ്റ്റി ആൻഡ് പ്രിവെൻഷൻ ആക്ട്. ഈ ആക്ടിനെ അമെന്റ്മെന്റ് ചെയ്ത് ഭേദഗതി വരുത്തിയ പുതിയൊരു ആക്ട് ആണ് ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? രക്തത്തിലൂടെ പകരുന്ന പലതരം രോഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ രോഗങ്ങളിൽ നിന്നും ആ ഹെൽത്ത് കെയർ സ്റ്റാഫിനെ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ഓക്കെ, അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, ഇതാണ് ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു? വാട്ട് ഈസ് RCRA? എന്തായിരുന്നു? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. അതിലെന്താ പറയുന്നത്? ഹോസ്പിറ്റൽസിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ്, ഡേഞ്ചറസ് വേസ്റ്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെ കുറിച്ചാണ് ഈ ആക്ട് ഉൾപ്പെടുത്തിയത്. ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ EPAക്ക് റൈറ്റ്സ് കൊടുക്കുന്നു, അധികാരം നൽകുന്ന ആക്ട് ആണ്. ഓക്കെ, RCRA. ഓക്കെ,
അപ്പൊ ഈ ഡേഞ്ചറസ് ആയുള്ള വേസ്റ്റിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് EPAക്ക് അധികാരം നൽകുന്ന ആക്ട് ആണ് RCRA. ഓക്കെ, ദെൻ വാട്ട് ഈസ് OSHA? Occupation Safety and Health Administration. ഓക്കെ, Bloodborne. ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് രണ്ട് എയിം ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക, അവർ ഇത്തരം ഡിസീസസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആയിരുന്നു ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്. രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ നിന്ന് ഹെൽത്ത് കെയർ സ്റ്റാഫിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതായിരുന്നു അതിന്റെ എയിം. എന്തിന്റെയാണ്? ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? Clear. Okay, next one is Environmental Protection Agency guidelines. Okay, EPA. What is EPA? Environmental Protection Agency. Okay. എന്താ അതിൽ പറയുന്നത്? The EPA provides instructions for the management and disposal of dangerous waste, including spillage waste. Hospital must abide by these guidelines to keep away from fines and penalties. അപ്പോൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ നെസസറി സ്റ്റെപ്സും പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് എൻവയോൺമെന്റിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്യുകയും വേണം. സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരിക്കണം ഇത്തരം വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യേണ്ടതും. ഓക്കെ, ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് EPA. ഓക്കെ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. അപ്പൊ ഹോസ്പിറ്റൽ വേസ്റ്റേജ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുകയും പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഡിസ്പോസ് ചെയ്യുക തുടങ്ങിയ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് EPA, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. അത് ക്ലിയർ ആയോ? അപ്പൊ ഈ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ ഓക്കെ, EPA പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പാലിക്കുന്നതിലൂടെ ഹോസ്പിറ്റൽസിന് പെനാൽറ്റീസിൽ നിന്നും ഫൈൻസിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ഫൈൻസും പെനാൽറ്റീസും ഒക്കെ ഒഴിവാക്കി കിട്ടും ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നതിലൂടെ. ഓക്കെ, അപ്പോ EPA പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഇൻസ്ട്രക്ഷൻസ് പാലിക്കേണ്ടത്, ഗൈഡ് ലൈൻസ് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് ഹോസ്പിറ്റൽസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇത്തരം ഇൻസ്ട്രക്ഷൻസ് പാലിക്കാത്ത ഹോസ്പിറ്റൽസിന് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ഒക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, അത് ക്ലിയർ ആയോ? EPA Yes, ma'am. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. എന്തോ? Yes, ma'am. മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനും കുറച്ച് പെർമിറ്റ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് റൺ ചെയ്യുന്നതിന് കുറച്ച് പെർമിറ്റ്സ് ഒക്കെ ആവശ്യമാണ്. ഓക്കെ, ഹോസ്പിറ്റൽ മസ്റ്റ് ഗെറ്റ് പെർമിറ്റ്സ് ഫ്രം സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ് ടു ഹാൻഡിൽ ആൻഡ് ഡിസ്പോസ് ഓഫ് അൺസേഫ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് സ്പില്ലേജ് വേസ്റ്റ്. അതേപോലെ തന്നെ ഈ വേസ്റ്റ് ഒക്കെ, അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റ്, ഡേഞ്ചറസ് വേസ്റ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിനും ചില ലോക്കൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പെർമിറ്റ്സ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പെർമിഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അത് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ് ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവിടുത്തെ സ്പില്ലേജ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് ഓക്കെ, ലോക്കൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പെർമിഷൻ ഉണ്ടായിരിക്കണം, പെർമിറ്റ്സ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഓക്കെ, then training and certification. Healthcare workers who manipulate spillage waste must get training and certification in dangerous waste management and disposal procedures to ensure compliance with the regulations. അപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും ഡിസ്പോസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ആ പ്രൊസീജിയേഴ്സിലൊക്കെ എങ്ങനെയാണ്
അതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, കൈകാര്യം ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് എന്താണ്, ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ട്രെയിനിങ് ക്ലിയർ ആയോ? യെസ് മാം. പിന്നെ റെഗുലേഷൻസ്, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ റെക്കോർഡ് കീപ്പിംഗ്, ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ക്ലിയർ അല്ലേ? മാം ഒന്നുകൂടി പറയൂ. നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഓക്കെ മാം. then record keeping. എന്താണ് റെക്കോർഡ് കീപ്പിംഗ്? ഹോസ്പിറ്റൽ മസ്റ്റ് കീപ് റെക്കോർഡ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഡോക്യുമെന്റേഷൻ ഓഫ് സ്പിൽസ്, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ആൻഡ് എനി ഫോളോ അപ്പ് ആക്ഷൻസ് ഓൾറെഡി ടേക്കൺ. ഹോസ്പിറ്റൽസ് കുറച്ച് റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം, കീപ്പ് ചെയ്യണം. എന്തൊക്കെ റെക്കോർഡ്സ് ആണ്? ഡോക്യുമെന്റേഷൻ ഓഫ് സ്പില്ലിനെ കുറിച്ചുള്ള ഡോക്യുമെന്റ്സ്, പിന്നെന്താണ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. നമ്മൾ ധാരാളം ലാസ്റ്റ് ക്ലാസ്സിൽ കുറെ സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫോളോ ചെയ്യേണ്ട മെത്തേഡ്സ്, സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്, എങ്ങനെ ഒരു സ്പില്ലേജ് ഉണ്ടായാൽ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, PPE വെയർ ചെയ്യണം, അബ്സോർപ്ഷൻ പാഡ്സ് യൂസ് ചെയ്യണം. ഓക്കെ, ഓർക്കുന്നില്ലേ? അല്ലെങ്കിൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, റൂൾസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസും ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട് കുറച്ച്. ഓക്കെ, ലേബിൾഡ് കണ്ടെയ്നറിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഇതിനകം സ്വീകരിച്ചിട്ടുള്ള തുടർ നടപടികൾ, ഓക്കെ, ആക്ഷൻസ്, അതും അതിൽ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽസ് കുറച്ച് റെക്കോർഡ്സ് സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് കുറച്ച് റെക്കോർഡ്സുകൾ ഹോസ്പിറ്റൽസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ റെക്കോർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഏത് സ്പില്ലിനെ കുറിച്ചാണ്? സ്പില്ലിനെ കുറിച്ചുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം. ദെൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്, ആ സ്പില്ല് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം, ആ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് റെക്കോർഡ് ഉണ്ടായിരിക്കണം. ദെൻ എനി ഫോളോ അപ്പ് ആക്ഷൻസ് ഓൾറെഡി ടേക്കൺ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയോ? യെസ് മാം. കീപ്പ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് മാം. ക്ലിയർ ആണ് നെക്സ്റ്റ് മാം. വൺ ഈസ് ഇൻസ്പെക്ഷൻസ്. സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജു? ഇൻസ്പെക്ഷൻ. ഓക്കെ, ഓക്കെ. ഇൻസ്പെക്ഷനിൽ എന്താ പറയുന്നത്? റെഗുലേറ്ററി ഏജൻസീസ് ഓവർസീ ഇൻസ്പെക്ഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ്. Hospitals must be ready for these inspections and have a plan in place to rectify any insufficiency identified during the inspections. അപ്പൊ ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്തരം ഹോസ്പിറ്റൽസിൽ പ്രോപ്പർ ആയിട്ടാണോ വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ നിയമങ്ങളും അവർ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പാക്കാനായിട്ട് ഒരു റെഗുലേറ്ററി ഏജൻസി ഹോസ്പിറ്റൽസിൽ ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്, പരിശോധനകൾ നടത്താറുണ്ട്. അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ഏജൻസി ഇതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്, ഇൻസ്പെക്ഷന്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽസിലെ ഇൻസ്പെക്ഷൻ ടൈമില് അപ്പൊ ഹോസ്പിറ്റൽസ് ഇത്തരം ഇൻസ്പെക്ഷൻ എപ്പോഴും റെഡി ആയിരിക്കണം. ഓക്കെ, ഇൻസ്പെക്ഷൻ ടൈമിൽ എന്തെങ്കിലും ഷോർട്ടേജ് അല്ലെങ്കിൽ ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടെത്തിയാൽ അത് സോൾവ് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ അവർക്ക് നിലവിലുണ്ടായിരിക്കണം. ഓക്കെ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനും ഉണ്ടായിരിക്കണം. ഒരു എന്തെങ്കിലും ഇൻസ്പെക്ഷൻ ടൈമിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് കണ്ടെത്തിയാൽ അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഹോസ്പിറ്റൽസിന്റെ കൈവശം. ഓക്കെ, അപ്പൊ എന്താണ് ഇൻസ്പെക്ഷനിൽ പറയുന്നത്? ഹോസ്പിറ്റൽസ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് ഈ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനായിട്ട് ഒരു റെഗുലേറ്ററി ഏജൻസി
ഇതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻസ്പെക്ഷൻ ടൈമിൽ എന്തെങ്കിലും ഇൻസഫിഷ്യൻസി ഉണ്ടായാൽ അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടായാൽ അത് സോൾവ് ചെയ്യാനായിട്ട് അതിനുള്ള നടപടികളും അതിനുള്ള ഒരു പ്ലാനും ഒക്കെ അവരുടെ കൈവശം ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആണോ അത്? ഇൻസ്പെക്ഷൻ ഒന്നുകൂടെ പറയൂ മിസ്സേ. പറയാം മിസ്. ഓക്കെ, എന്താണ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാല്? നമ്മൾ കേട്ടിട്ടില്ല ഇൻസ്പെക്ഷൻ. അപ്പൊ ഹോസ്പിറ്റൽസിൽ എന്തിനു വേണ്ടിയാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്? ഹോസ്പിറ്റൽസിൽ നല്ല എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു അല്ലെ, ചില പ്രൊസീജിയർ ഉണ്ടെന്ന് പറഞ്ഞു, ചില സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ആ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്തിട്ടാണോ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്നത്? ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു റെഗുലേറ്ററി ഏജൻസി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഹോസ്പിറ്റൽസ് ഇൻസ്പെക്ഷന് ഏത് സമയത്തും റെഡി ആയിരിക്കണം. ഓക്കെ, ഇൻസ്പെക്ഷൻ ടൈമിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടെത്തിയാൽ അതിനെ സോൾവ് ചെയ്യാനായിട്ട് അവർക്കൊരു പ്രോപ്പർ ആയിട്ടൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, വാട്ട്സ് നെക്സ്റ്റ്? പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ്. എന്താണ് അതിൽ പറയുന്നത്? നമുക്ക് നേരത്തെ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അല്ലെങ്കിൽ എങ്ങനെ പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യണം, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഇതിലൊക്കെ ഫെയിൽ ആയാൽ, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് പാലിക്കുന്നില്ലെങ്കിൽ അത്തരം ഹോസ്പിറ്റൽസിന് പെനാൽറ്റീസ് ഒക്കെ ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. Okay, hospitals that fail to abide by dangerous waste management regulations may have to face fines, penalties and legal action. അപ്പൊ ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് ഫൈൻസ്, പെനാൽറ്റീസ് അല്ലെങ്കിൽ നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വരും. ഓക്കെ, അത് ക്ലിയർ ആയോ? പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ്. യെസ് മാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? എന്തൊക്കെയാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്? ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് പാലിക്കണം. അതില് RCRA ഫസ്റ്റ് ആക്ട് എന്തായിരുന്നു? RCRA അതെന്തായിരുന്നു? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഓക്കെ, റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. ഓക്കെ, എന്താണ് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ടിൽ പറയുന്നത്? ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ വേസ്റ്റ് മാലിന്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് EPAക്ക്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിക്ക് അധികാരം നൽകുന്ന ആക്ട് ആണ് RCRA. ഓക്കെ, അതിലെന്തൊക്കെയാ പറയുന്നത്? വേസ്റ്റ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം, കളക്ട് ചെയ്യണം, എങ്ങനെ പ്രോപ്പർ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം, കളക്ട് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ RCAയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, RCRAയിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ അത്? നെക്സ്റ്റ് ആണ് ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്സ്. അതിലെന്താ പറയുന്നത്? OSHA ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഓഷയുടെ എയിം എന്തൊക്കെയാണ്? ഇതുമായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അല്ലെങ്കിൽ ഇത്തരം ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഒരു സേഫ്റ്റി ആയിട്ടുള്ള, ഒരു ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത്തരം ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ നിന്നും ഇത്തരം സിറ്റുവേഷൻസിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് എയിംസ് ആണ് നമ്മുടെ OSHAക്ക് ഉള്ളത്. ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്, അതിലെന്താ പറയുന്നത്? രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ നിന്നും നമ്മുടെ ഹെൽത്ത് കെയർ സ്റ്റാഫിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉറപ്പാക്കുക. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, EPA. ഓക്കെ, അപ്പൊ ഇത്തരം വേസ്റ്റ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അഫക്ട് ചെയ്യുന്ന ഇത്തരം വേസ്റ്റ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം, എങ്ങനെ സെക്യൂർഡ് ആയിട്ടുള്ള ലൊക്കേഷനിലായിരിക്കണം ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് EPA.
എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. ഓക്കെ, അപ്പൊ ഇത്തരം ഇൻസ്ട്രക്ഷൻസ് പാലിക്കുന്നതിലൂടെ ഹോസ്പിറ്റൽസ് എന്താണ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അവർക്ക്. ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്, ഇങ്ങനെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനും അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് ഹോസ്പിറ്റൽസിന് ലോക്കൽ ഗവൺമെന്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും ചില പെർമിറ്റ്സ് ഒക്കെ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അവരുടെ അനുമതിയോടുകൂടി മാത്രമാണ് ഇത്തരം വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്താ പറയുന്നത്? ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഈ വേസ്റ്റ് ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്ന സ്റ്റാഫിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്, എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. റെക്കോർഡ് കീപ്പിംഗ്. ഓക്കെ, കുറച്ച് റെക്കോർഡ്സ് ഹോസ്പിറ്റൽസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണിത്? ഡോക്യുമെന്റേഷൻ ഓഫ് സ്പിൽ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ആൻഡ് എനി ഫോളോ ഓഫ് ആക്ഷൻസ് ഓൾറെഡി ടേക്കൺ. നേരത്തെ എടുത്തിട്ടുള്ള എന്തെങ്കിലും ഫോളോ ഓഫ് ആക്ഷൻസ്, ഇതിനെ കുറിച്ചൊക്കെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. ഇൻസ്പെക്ഷൻ. എന്താണ് ഇൻസ്പെക്ഷനിൽ പറയുന്നത്? ഹോസ്പിറ്റൽസ് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിക്കുന്നുണ്ടോ, എല്ലാ നിയമങ്ങളും പാലിച്ചാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് ഒരു റെഗുലേറ്ററി ഏജൻസി ഉണ്ട്. ഓക്കെ, ആ ഏജൻസി എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് കണ്ടെത്തിയാൽ അത് പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു പ്ലാനും ഹോസ്പിറ്റൽസിന്റെ കൈവശം ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ്, ഇതെല്ലാം പാലിക്കുന്നില്ലെങ്കിൽ അത്തരം ഹോസ്പിറ്റൽസിന് പെനാൽറ്റീസ്, ഫൈൻസ് അല്ലെങ്കിൽ നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ കംപ്ലയൻസ് വിത്ത് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് is critical for safeguarding the environment and for public health and avoiding legal and financial penalties. നമ്മുടെ പബ്ലിക് ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിച്ചിരിക്കണം. പിന്നെന്താണ്, ഇത് പാലിക്കുന്നതിലൂടെ ഹോസ്പിറ്റൽസിന് പെനാൽറ്റീസ് അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻ ഒക്കെ ഒഴിവായിട്ട് കിട്ടുന്നതാണ്. ഹോസ്പിറ്റൽ മസ്റ്റ് ബി അപ് ടു ഡേറ്റ് ഓൺ റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ്, എല്ലാ ഗൈഡ് ലൈൻസും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സെക്യൂർ ആൻഡ് റിക്വയർഡ് പെർമിറ്റ്സ്, ആവശ്യമുള്ള എല്ലാ പെർമിറ്റ്സും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. കീപ് ആക്യുറേറ്റ് റെക്കോർഡ്സ്, റെക്കോർഡ്സ് എങ്ങനെയായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം, കൃത്യതയുള്ളതും വ്യക്തതയുമായ റെക്കോർഡ്സ് ആയിരിക്കണം ഹോസ്പിറ്റൽസ് കീപ്പ് ചെയ്യേണ്ടത്. ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ ഇൻസ്പെക്ഷൻസ്, ഏത് സമയത്തും ഇൻസ്പെക്ഷന് വേണ്ടി ഹോസ്പിറ്റൽസ് റെഡി ആയിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? അപ്പൊ നെക്സ്റ്റ് ആണ് എമർജിംഗ് ട്രെൻഡ് ആൻഡ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പൊ നേരത്തെ ടോപ്പിക്സ് ക്ലിയർ അല്ലേ? നമ്മൾ ഒരു പുതിയ ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാണ്. എമർജിംഗ് ട്രെൻഡ് ആണ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് പുതിയ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് ധാരാളം ടെക്നോളജീസ് ഇപ്പൊ നിലവിലുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാണ്? റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. Robotics and automation. Robotics and automation technologies are before that നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെന്റിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനും ഓട്ടോമേഷനും റോബോട്ടിക്സിനും ക്രൂഷ്യൽ ആയിട്ട് ഒരു റോൾ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വേസ്റ്റ് സോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാനും ഇതിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം റോബോട്ട്സിനെ യൂസ് ചെയ്യുന്നതിലൂടെ ഹ്യൂമന്റെ എഫേർട്ട് കുറയുന്നുണ്ട്. ഓക്കെ, എഫിഷ്യന്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇത്തരം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഡിഫറൻസ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഇത്തരം വേസ്റ്റ് കണ്ടെത്താനും ഹാൻഡിൽ ചെയ്യാനും റോബോട്ട്സിന് പരിശീലനം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അലൂമിനിയം ക്യാൻസ്, ഗ്ലാസ് ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനെ തുടങ്ങിയ ഡിഫറെന്റ് മെറ്റീരിയൽസ് കണ്ടെത്താനും അവ കളക്ട് ചെയ്യാനും നമ്മുടെ റോബോട്ട്സിന് പരിശീലനം നൽകുന്നുണ്ട്. അതിലൂടെ അപ്പൊ നമുക്കറിയാം ഇത്തരം വേസ്റ്റ് കണ്ടെത്തണമെങ്കിൽ റോബോട്ടിന് ഓൾറെഡി ഒരു ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം.
ഓക്കെ, അപ്പൊ ഇത്തരം ഇമേജ് ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ് ഓട്ടോമേഷനിലൂടെയാണ്. അപ്പോ മാനുവൽ മോണിറ്ററിംഗ് ഇല്ലാതെ തന്നെ റോബോട്ടിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത് ഡിറ്റക്ട് ചെയ്യാനും അല്ലെങ്കിൽ വേസ്റ്റ് കണ്ടെത്താനും കളക്ട് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ എന്താ പറയുന്നത്, ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് എഫിഷ്യന്റ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റിനുള്ള ഒരു സൊല്യൂഷൻ ആണ്. ക്ലിയർ ആയോ അത്? ഇനി എന്താ പറയുന്നത് നോക്കാം. Robotics and automation. Robotics and automation technologies are being developed to handle dangerous waste safely and skillfully. സേഫ് ആയിട്ടും ക്ലിയർ ആയിട്ടും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടും വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു ടെക്നോളജിയാണ്, ഒരു ന്യൂ ടെക്നോളജിയാണ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? This can help lessen the risk of exposure for healthcare workers and make better accuracy and speed of waste handling and disposal. അപ്പോ ഇത്തരത്തിലൂടെ സേഫ് ആയിട്ടും സ്കിൽഫുള്ളി ആയിട്ടും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടും വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനുള്ള ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ഒരു ടെക്നോളജിയാണ്, ഒരു ന്യൂ ടെക്നോളജിയാണ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻസ്. അപ്പോ ഇതുമായിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ റിസ്ക് കുറക്കുന്നുണ്ട്. ഓക്കെ, ഈ ന്യൂ ടെക്നോളജി അവരുടെ റിസ്ക് കുറക്കുന്നുണ്ട്. പിന്നെന്താണ്, ആക്യുറേറ്റ് ആയിട്ടും സ്പീഡായിട്ടും വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും ഈ ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ? ക്ലിയർ ആയോ? യെസ് മാം. എന്താ അതിൽ പറയുന്നത്? റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്താ പറയുന്നത്? രേഷ്മ എന്താ പറയുന്നത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷനില്? ഓക്കെ, ഡേഞ്ചറസ് വേസ്റ്റ് സേഫ് ആയിട്ടും പ്രോപ്പർ ആയിട്ടും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്, ഒരു ടെക്നോളജിയാണ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. ഇതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അവരുടെ റിസ്കിനുള്ള ചാൻസസ് കുറയ്ക്കാനായിട്ട് ഇത്തരം ടെക്നോളജീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ബെറ്റർ ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും അല്ലെങ്കിൽ സ്പീഡിലും നമുക്ക് ഈ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും ഈ ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? യെസ് മാം. ടെക്നോളജിയുടെ പേരുകളാണോ ഇത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ? എന്തോ ടെക്നോളജിയുടെ ഓരോ പേരാണോ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ഓരോ ടെക്നോളജീസ്? ടെക്നോളജിയുടെ പേരാണ്. ഓക്കെ, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻസ്. ഇതിൽ റോബോട്ട്സ് ആണ് എല്ലാ പ്രോപ്പർ ആയിട്ടും നമ്മുടെ വേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാനും അല്ലെങ്കിൽ കളക്ട് ചെയ്യാനും റോബോട്ട്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി അവർ വർക്ക് ചെയ്യാണ്, നമ്മൾ ഒരാളുടെ ഹെൽപ്പ് അതിന് ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഓട്ടോമേഷനിലൂടെ അതിന്റെ ഇമേജ് അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ട്സിന് മറ്റൊരാളുടെയും ആവശ്യമില്ലാതെ ഹെൽപ്പ് ഇല്ലാതെ തനിയെ തന്നെ നമ്മുടെ വേസ്റ്റ് കളക്ട് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ മാം, ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബയോ റെമിഡിയേഷൻസ്. എന്താണ് ബയോ റെമിഡിയേഷൻ? ദിസ് ടെക്നോളജി യൂസസ് നാച്ചുറൽ ബയോളജിക്കൽ. അപ്പൊ നെക്സ്റ്റ് ടെക്നോളജിയാണിത്. ഫസ്റ്റത്തെ ഏതായിരുന്നു? റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജി. ഓക്കെ, അപ്പൊ വേസ്റ്റ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള ധാരാളം ടെക്നോളജീസ് ഉണ്ട് ഇപ്പോ. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റത്തെ ആയിരുന്നു റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജി. The next one is, the second one is bioremediations. Okay, bioremediation. അതിലെന്താ പറയുന്നത്? This technology uses natural biological process to break down dangerous waste. This can be an effective and environment friendly approach to spillage waste management. അപ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സിലൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റിനെ ഇല്ലാതാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. ഓക്കെ, അപ്പൊ സ്പില്ലേജ് മാനേജ്മെന്റിന് എഫക്റ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളതുമായ ഒരു ടെക്നോളജിയാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ്സിലൂടെ സ്പില്ലേജ് വേസ്റ്റ് അതിനെ റിമൂവ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ബയോ റെമഡിയേഷൻ. ക്ലിയർ ആയോ? അത് നിങ്ങൾക്കറിയാം,
ഓക്കെ, പൊല്യൂട്ടഡ് ആയിട്ടുള്ള സോയിലിൽ നിന്നും വാട്ടറിൽ നിന്നൊക്കെ ഈ വേസ്റ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറെന്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ എൻസൈംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള എൻസൈംസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്ത് വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഇത്? Yes, ma'am. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. ഓക്കെ, പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ അതിലെന്താ പറയുന്നത്? പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് യൂസസ് ഹൈ ടെമ്പറേച്ചേഴ്സ് ടു ബ്രേക്ക് ഡൗൺ അൺസേഫ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് സ്പില്ലേജ് വേസ്റ്റ് into its constituent components. This technology can minimize the volume of waste, lessen the risk of exposure to dangerous substances, and regain valuable materials for reuse. അതിലെന്താ പറയുന്നത്? പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ടെക്നോളജിയാണ്. അതിലെന്താ ചെയ്യുന്നത്? വേസ്റ്റ് മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന മറ്റൊരു ടെക്നോളജിയാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ഇപ്പോ ഓൾറെഡി 3 പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയായിരുന്നു 3? Robotic and Robotics and automation, bioremediation, plasma gasification. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്താണ്? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് ഈ വേസ്റ്റിനെ ഡീകോമ്പോസിഷൻ ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, ഡിഫറെന്റ് കമ്പോണൻസ് ആക്കുന്ന, ഡിഫറെന്റ് ഘടകങ്ങളാക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റിനെ ഡീകോമ്പോസിഷൻ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സോളിഡ് വേസ്റ്റ് ഉണ്ടായിരിക്കാം, പലതരം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഉണ്ടായിരിക്കാം. ഇതിനെ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് ഡിഫറെന്റ് കമ്പോണൻസ് ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ എന്താ പറ്റുന്നത്? അതിന്റെ വോളിയം, ആ വേസ്റ്റിന്റെ വോളിയം കുറയും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ ഇത്? മാഡം ഒന്നും കൂടി പറയോ? പറയാം. എന്താ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഒരു ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് ഇത്തരത്തിലുള്ള ഹൈലി റിസ്കി ആയിട്ടുള്ള വേസ്റ്റിനെ ഡീകോമ്പോസിഷൻ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ പ്രോസസ് ആണ്. അതിനെ ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്ന, ഡിഫറെന്റ് കമ്പോണൻസ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ് ആണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പൊ അതുമൂലം ഈ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയുന്നു. ഓക്കെ, ആ വേസ്റ്റിന്റെ വോളിയം കുറയുന്നുണ്ട്. ക്ലിയർ ആയോ ഇത്? ദിസ് ടെക്നോളജി ക്യാൻ മിനിമൈസ് ദ വോളിയം ഓഫ് വേസ്റ്റ്. ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ടെക്നോളജിയിലൂടെ ഈ വേസ്റ്റിന്റെ വോളിയം മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ എന്താണ്? ഗ്രീൻ കെമിസ്ട്രി. Okay, green chemistry. Green chemistry is an approach to chemical design and production that aims at reducing the use and generation of dangerous substances. This can help bring down the amount of dangerous waste produced, including leakage waste. നമുക്കറിയാം, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ മെഡിസിൻ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസർ ഒക്കെ ആയിട്ട് നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പെയിന്റ്, വാർണിഷിങ്, ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ അത്? ചിലപ്പോൾ നൈട്രിക് ആസിഡ് ആയിരിക്കാം, സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കാം. അപ്പൊ ഇത്തരം കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കെമിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കെമിക്കൽ പ്രോഡക്റ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കൽ പ്രോഡക്റ്റ്
ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ഹൈ ലെവൽ ഓഫ് വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ എൻവയോൺമെന്റിനെയും നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അതിൽ നിന്ന് നമ്മുടെ എൻവയോൺമെന്റിനെയും ഹ്യൂമൻ ഹെൽത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി കെമിസ്ട്രിയിൽ രൂപം കൊണ്ട ഒരു ബ്രാഞ്ച് ആണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഡെയിലി ലൈഫിൽ നമ്മൾ നിരവധി കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കെമിക്കൽസ് യൂസ് ചെയ്താണ് കെമിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഈ കെമിക്കൽ പ്രോഡക്ട്സ് ഹൈലി ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ കെമിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ഈ കെമിക്കൽ പ്രോഡക്ട്സ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്, ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നും നമ്മുടെ വരുന്ന ജനറേഷനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോ ഈ ക്ലിയർ ആയോ? അത് എന്താണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് ക്ലിയർ ആയോ? അതിലെന്താ യൂസ് ചെയ്യുന്നതെന്നൊന്നും പറയുന്നില്ലേ? ഓക്കെ, ലെസ് ടോക്സിക് ആയിട്ടുള്ള എലമെന്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ ഗ്രീൻ കെമിസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇത്തരം കെമിക്കൽസിനെ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇത്തരം കെമിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ഇത്തരം കെമിക്കൽസ് ആവശ്യമാണ്. ഓക്കെ, ഇപ്പൊ ഗ്രീൻ കെമിസ്ട്രിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാല് ഇത്തരത്തിൽ ലെസ് ടോക്സിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കുക. ഓക്കെ, ലെസ് ടോക്സിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കണം പ്രോഡക്ട്സ് ഉണ്ടാക്കേണ്ടത്. മനസ്സിലായോ? അത് ഇതിലെന്താ പറയുന്നത്? ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് റെഡ്യൂസിംഗ് ദ യൂസ് ആൻഡ് ജനറേഷൻസ് ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ്. ഓക്കെ, ലെസ് ടോക്സിക് ആയിട്ടുള്ള എലമെന്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പ്രോഡക്ട്സ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, then this can help bring down the amount of dangerous waste produced, include leakage waste. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ അതിന്റെ ഇന്റൻസിറ്റി കുറച്ചാൽ, ഇത്തരം കെമിക്കൽസിന്റെ ലെസ് ടോക്സിക് ആയിട്ടുള്ള എലമെന്റ്സ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യില്ലേ, ഈ ലീക്കേജ് ഉണ്ടാവുന്ന സമയത്തും വേസ്റ്റിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കെമിക്കൽസിന്റെ അളവ് അതിൽ വളരെ കുറവായിരിക്കും. അപ്പൊ അത് എൻവയോൺമെന്റിനെ അധികം ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്നില്ല. ക്ലിയർ ആയോ? അത് ഓക്കെ മാം. ഇപ്പൊ മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു ബ്രാഞ്ച് ആണ് ഗ്രീൻ കെമിസ്ട്രി. അതിലെന്താണ് പറയുന്നത്? ഈ ടോക്സിക് ആയിട്ടുള്ള എലമെന്റ്സിന് പകരം നമുക്ക് ഇത്തരം കെമിക്കൽസിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുക. ഓക്കെ, അതിൽ യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ലെസ് ടോക്സിക് ആയിട്ടുള്ള എലമെന്റ്സ് യൂസ് ചെയ്തിട്ട് ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന കെമിക്കൽസിന്റെ അളവ് വളരെയധികം കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അത് ഓക്കെ, ദെൻ നാനോ ടെക്നോളജി. അപ്പൊ നമ്മളിപ്പോ 1 2 3 4 ടെക്നോളജീസ് പരിചയപ്പെട്ടു. ഏതൊക്കെയായിരുന്നു 4 ടെക്നോളജീസ്? റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ബയോറെമഡിയേഷൻ, ബയോറെമഡിയേഷൻ, പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ആൻഡ് ഗ്രീൻ കെമിസ്ട്രി. നാനോ ടെക്നോളജി. ഹലോ, ഈ ഗ്രീൻ കെമിസ്ട്രിക്കകത്ത് അതിന്റെ ആ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയാണോ നമ്മള്? അതെ, നമ്മള് ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള എലമെന്റ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ? അപ്പോ അതിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലെസ് ടോക്സിക് ആയിട്ടുള്ള എലമെന്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, പരിസ്ഥിതിക്ക് വളരെയധികം ഹാംഫുൾ ആകാത്ത എലമെന്റ്സ് യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ആണ് നാനോ ടെക്നോളജി. എന്താണ് നാനോ ടെക്നോളജി?
Nanotechnology is being developed to give more effective and environment-friendly solutions for dangerous waste management. For dangerous ആയിട്ടുള്ള waste managementന് proper ആയിട്ടുള്ള ഒരു solution ആണ് nanotechnology എന്ന് പറയുന്നത്. Effective and friendly solution ആണ് എന്ത് nanotechnology. Okay. For example, nanoparticles can be used selectively to bind hazardous substances, making them easier to eliminate and dispose of safely. എന്താണ് നാനോ ടെക്നോളജിയിൽ പറയുന്നത്? നമുക്കറിയാം ഇപ്പൊ വാട്ടർ, വേസ്റ്റ് വാട്ടർ, ഓക്കെ, മലിനജലം, ഇതിൽ നിന്ന് നമുക്ക് ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് കെമിക്കൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, വേസ്റ്റ് വാട്ടറിൽ നിന്നും വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ഫോസ്ഫറസ് അല്ലെങ്കിൽ നൈട്രജൻ തുടങ്ങിയ പലതരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടാകാം. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡിലൂടെ ഈ വാട്ടറിൽ നിന്നും ഈ കെമിക്കൽസിന് റിമൂവ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ അതിനു പകരം ഈ നാനോ ടെക്നോളജി യൂസ് ചെയ്യണമെങ്കിൽ നാനോ മെറ്റീരിയൽസ്, ഓക്കെ, വളരെ ചെറിയ മെറ്റീരിയൽസ് ആണ് നാനോ, വേർഡ് അറിയാലോ, നാനോ, മിനി. അപ്പൊ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മെറ്റീരിയൽസിന് ഈ വാട്ടറിൽ നിന്നും ഇത്തരത്തിലുള്ള വിഷവസ്തുക്കളെ അല്ലെങ്കിൽ സബ്സ്റ്റാൻസസിനെ, ഡേഞ്ചറസ് സബ്സ്റ്റാൻസസിനെ റിമൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, റിമൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ദെൻ കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ പടർത്തുന്ന രോഗകാരികളേക്ക് റിമൂവ് ചെയ്യാനായിട്ട്, ഓക്കെ, ബാക്ടീരിയാസിനെ, വൈറസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത്തരം നാനോ മെറ്റീരിയൽസിന് കഴിവുണ്ട്. ഓക്കെ, അപ്പൊ ഈ നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഈ വേസ്റ്റിനെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആയി മാം. അപ്പൊ നമ്മൾ മാം ഒന്നും കൂടെ പറയോ? പറയാം. അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റിന് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജി, ഒരു മെത്തേഡാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേസ്റ്റ് വാട്ടറിൽ നിന്നും നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബാക്ടീരിയാസ്, വൈറസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും വേസ്റ്റ് വാട്ടറിൽ. ഓക്കെ, അപ്പൊ ഇത്തരം വാട്ടറിൽ നിന്നും, ഇത്തരം മലിനജലത്തിൽ നിന്നും ഇവയെ റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, ഇതിനെ റിമൂവ് ചെയ്യാനായിട്ട് കഴിയില്ല. ട്രഡീഷണൽ മെത്തേഡിലൂടെ ഇത്തരം ബാക്ടീരിയാസിനെയും ഇൻഫെക്ഷൻ പടർത്തുന്ന ഡിസീസിനെയും അല്ലെങ്കിൽ വൈറസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. ഈ നാനോ മെറ്റീരിയൽസിന് കോളറ അല്ലെങ്കിൽ ടൈഫോയിഡ് പടർത്തുന്ന രോഗകാരികളെ റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ വാട്ടറിൽ നിന്നും വിഷവസ്തുക്കളെ, ഡേഞ്ചറസ് സബ്സ്റ്റാൻസസിനെ റിമൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്നതാണ് നാനോ മെറ്റീരിയൽ. ഈ നാനോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് നാനോ ടെക്നോളജി. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതോടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ ഏതൊക്കെ ടെക്നോളജിയാണ് നമ്മൾ പരിചയപ്പെട്ടത്? ബയോറിമീഡിയേഷൻ അറിയോ? നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം ലാസ്റ്റ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ടെക്നോളജീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. അതിലെന്താണ് പറയുന്നത്? റോബോട്ട്സിനെ വെച്ചിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നത്. വേസ്റ്റിനെ കളക്ട് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും റോബോട്ട്സിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിലൂടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അവരുടെ റിസ്ക് ചാൻസസ് കുറയാണ്. ഓക്കെ, ദെൻ ബയോ റെമിഡിയേഷനിൽ എന്താ പറയുന്നത്? നാച്ചുറൽ പ്രോസസ്സിലൂടെ എന്താ ബയോ റെമിഡിയേഷനിൽ പറയുന്നത്? നാച്ചുറൽ പ്രോസസ്, ഒരു നാച്ചുറൽ വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന ടെക്നോളജി. റിമൂവ് ചെയ്യാം. ഓക്കെ, ദെൻ പ്ലാസ്മ ആൻഡ് ഗ്യാസിഫിക്കേഷൻ എന്താണ്? use high temperature ഡിഫറെന്റ് കമ്പോണൻസ് ആക്കി മാറ്റും. വോളിയം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കും. ഓക്കെ, ദെൻ ഗ്രീൻ കെമിസ്ട്രി. കെമിക്കൽസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അതിന്റെ ലെസ് ടോക്സിക് ആയിട്ടുള്ള
അതിലൂടെ നമുക്ക് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കും. കുറയ്ക്കാം. ടോക്സിക് എലമെന്റ്സ് യൂസ് ചെയ്ത് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് അല്ലെങ്കിൽ ടെക്നോളജി. ഓക്കെ, നാനോ ടെക്നോളജി, നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വേസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിൽ നിന്നും ഇത്തരം ഡേഞ്ചറസ് സബ്സ്റ്റാൻസിനെ റിമൂവ് ചെയ്യുന്ന ഒരു ടെക്നോളജി പ്രോസസ് ആണ് നാനോ ടെക്നോളജി. ദെൻ ബയോ റെമഡിയേഷൻ അല്ലേ ചോദിച്ചത്? എന്താണ് ബയോ റെമഡിയേഷൻ? നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സിലൂടെ ഡേഞ്ചറസ് വേസ്റ്റിനെ ഇല്ലാതാക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഓക്കെ, നാച്ചുറൽ പ്രോസസ്സിലൂടെ റിമൂവ് ചെയ്യുന്ന ടെക്നോളജി. ക്ലിയർ അല്ലേ? നമ്മൾ എന്തായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്? ഏതായിരുന്നു? റെഗുലേറ്ററി പ്ലാസ്മ ആൻഡ് ഗ്യാസിഫിക്കേഷൻ ഒന്ന് പറഞ്ഞുതരാമോ? പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ അതാണോ? അതിലെന്താണ്? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റിനെ ഡീകോമ്പോസിഷൻ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് ഈ അൺസേഫ് ആയിട്ടുള്ള ഡേഞ്ചറസ് സബ്സ്റ്റാൻസസിനെ ഡീകോമ്പോസിഷൻ ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, അതിന്റെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് എത്തിക്കുന്നു ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട്. ക്ലിയർ ആണോ? കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട് തരണേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരണേ ഈ പോർഷനിൽ നിന്ന്. കഴിഞ്ഞ പോർഷനിൽ നിന്ന് വേണം. ഞാൻ കേറാൻ പറ്റിയില്ല എനിക്ക്, അതുകൊണ്ടാ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കിട്ടിയില്ലേ? മോക്ക് ടെക്സ്റ്റ് ഉണ്ടാവോ? മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അല്ലാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ വലിയ യൂസ്ഫുൾ ആയിരുന്നതാ. ഓക്കെ ഓക്കെ. ഈ പാടത്തിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടോ? ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ ഇത്? എന്തൊക്കെയായിരുന്നു റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ? നമ്മൾ RCR എന്താണെന്ന് പഠിച്ചു, ദെൻ OSH എന്താണെന്ന് പഠിച്ചു, ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഈ മൂന്നെണ്ണം ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ആയിരുന്നു EPA. ഓക്കെ, ചില ഇൻസ്ട്രക്ഷൻസിന്റെ ഒക്കെ ബേസിലാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് EPA, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം ഹോസ്പിറ്റൽസിന്. ദെൻ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ദെൻ കുറച്ച് റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം ഹോസ്പിറ്റൽസ്. എന്തൊക്കെ റെക്കോർഡ്സ് ആണ്? ഡോക്യുമെന്റേഷൻ ഓഫ് സ്പില്ലിനെ കുറിച്ചും വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ, മാനേജ് ചെയ്യുന്ന ഡിസ്പോസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ ഒരു റെക്കോർഡ് ഹോസ്പിറ്റൽസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഇൻസ്പെക്ഷൻ എന്താ പറയുന്നത്? ഇൻസ്പെക്ഷൻ മിസ്റ്റേക്സ് ആൻഡ് പ്രോപ്പർ ഇൻസ്പെക്ഷൻ ഉണ്ടായിരിക്കണം. ഏജൻസി റെഗുലേറ്ററി ഏജൻസി ഇൻസ്പെക്ഷൻ വരും. ഉണ്ടെങ്കിൽ അവർക്കത് എന്തെങ്കിലും മിസ്റ്റേക്സ് കണ്ടെത്തിയാൽ അതിനെ സോൾവ് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഈ ഹോസ്പിറ്റലിന്റെ കൈവശം ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ്. എന്താണ്? ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നതിലൂടെ പെനാൽറ്റീസിൽ നിന്നും ഫൈൻസിൽ നിന്നൊക്കെ ഹോസ്പിറ്റൽ ഒഴിവാക്കി കിട്ടുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ലീഗൽ ആക്ഷൻ ഒക്കെ ഹോസ്പിറ്റൽസ് നേരിടേണ്ടി വരും. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ ആയിരുന്നു ടെക്നോളജീസ്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെക്നോളജീസ് നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയായിരുന്നു? റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ബയോ റെമഡിയേഷൻ, ഗ്യാസിഫിക്കേഷൻ, ഗ്രീൻ കെമിസ്ട്രി, നാനോ ടെക്നോളജി. ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.